IPLിൻ്റെ ഉദ്ഘാടന മത്സരമായിരുന്നു ഇന്ന്. അതും ശക്തരായ രണ്ട് ടീമുകളാണെന്ന് നേർക്കുനേർ വന്നത്, RCBയും ചെന്നൈയും. പക്ഷേ RCBക്ക് ഇന്ന് ജയിക്കാൻ സാധിച്ചില്ല. ഉദ്ഘാടന മത്സരമായതുകൊണ്ട് ഒരുവിധം ക്രിക്കറ്റ് ലോകം മൊത്തം ഇന്നത്തെ മത്സരത്തെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കളിയെപ്പറ്റി ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ധോണിയും കോഹ്ലിയുമാണ് ഇന്ന് നേർക്കുനേർ വന്നത്. പക്ഷേ വിജയം CSKയ്ക്കൊപ്പമായിരുന്നു. RCB ശരിക്കും ഇന്ന് നാണം കെട്ടു. ഇന്നത്തെ RCBയുടെയും ചെന്നൈയുടെയും കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശരിക്കും ഇവിടെ ക്യാപ്റ്റൻ ആരാണ്? ഋതുരാജാണ് CSKയുടെ ക്യാപ്റ്റൻ. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ധോണിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ ധോണിക്ക് CSKയുടെ ക്യാപ്റ്റൻ ആയാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ മറ്റ് ഇതിഹാസങ്ങൾ പറയുന്നത് രണ്ട് ക്യാപ്റ്റൻസി നല്ലതല്ല. ഋതുരാജാണ് ക്യാപ്റ്റനെങ്കിൽ പിന്നെ ഋതുരാജ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കണം. എന്തുകൊണ്ട് CSK ടീമിൽ ധോണി കാര്യങ്ങൾ തീരുമാനിക്കുന്നു? ഇത് ശരിയല്ലെന്നാണ് കുറച്ച് ഇതിഹാസങ്ങൾ പറയുന്നത്. അതേസമയം തന്നെ RCBയുടെ വീക്ക്നെസ്സിനെ പറ്റിയും അവർ പറയുന്നുണ്ട്. RCBക്ക് ഈ IPLിൽ ഒരു കപ്പ് പോലും നേടാൻ സാധിക്കില്ലെന്നാണ് അവർ പറയുന്നത്. RCB എന്നും പരാജയ ടീമാണെന്നും അവർ പറയുന്നു. RCB താരങ്ങൾ വളരെ മോശം കളിയാണെന്ന് കാഴ്ചവെച്ചത്. അവർ ഇപ്രാവശ്യം കപ്പ് നേടില്ലെന്നും ഇതിഹാസ താരങ്ങൾ വ്യക്തമാക്കി. ശരിക്കും CSKയും RCBയും നേർക്കുനേർ വരുമ്പോൾ ഒരു ആവേശ മത്സരമാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ CSK അനായാസമായിട്ടാണ് ഇന്ന് കളി ജയിച്ചത്. കാരണം RCB ശക്തരല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. RCB വളരെ കോൺഫിഡൻസിലാതെയാണ് ഇന്ന് കളിച്ചത്. എന്നാൽ CSK വളരെ കോൺഫിഡൻസോടെയാണ് ഇന്ന് കളിച്ചത്. അവർക്ക് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഒരുപാട് മികച്ച താരങ്ങൾ CSK ടീമിലുണ്ട്, പ്രത്യേകിച്ച് ബാറ്റിങ്ങിൽ. അതുകൊണ്ട് CSK ടീമിനെ തോൽപ്പിക്കാൻ അതത്ര ഈസിയല്ല. ഇനി മറ്റൊരു ടീം ജനിക്കേണ്ടിയിരിക്കുന്നു. CSKയിൽ തന്ത്രങ്ങൾ മെനയാൻ ധോണിയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.